നമസ്കാരം എല്ലാവർക്കും നോട്ട് ഫോർ പി സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഡെയിലി PYQ ചലഞ്ചിന്റെ 15ാമത്തെ ദിവസമാണ്. അപ്പം നമ്മൾ പകുതി ദിവസങ്ങൾ കംപ്ലീറ്റ് ആക്കി. എത്ര ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? എത്ര റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ പറഞ്ഞു പോയി, എത്ര റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ ആവർത്തിക്കുന്നത് കണ്ടു. ഇനിയിപ്പോൾ 15 ദിവസങ്ങൾ കൂടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്നിപ്പോൾ ജൂലൈ 2 ആണ്. ജൂലൈ 18-നാണ് എക്സാം വരുന്നത്. സോ നിങ്ങൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഇനി നോക്കി കാണണം. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ പഠിക്കുക. നമുക്ക് പ്രിലിംസ് പാസ്സാവണം, മെയിൻസ് എക്സാം എഴുതണം, നല്ലൊരു ജോലി മേടിക്കണം. ആ ഒരു ആവശ്യത്തോടെ, ആ ഒരു ആഗ്രഹത്തോടെ നിങ്ങൾ പഠിക്കുക. പിന്നെ നമുക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 147/2024 ഒന്നാമത്തെ ചോദ്യം, ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം. ചമ്പാരൻ സത്യാഗ്രഹം നമ്മൾ എത്ര ക്ലാസ്സുകളിലാണ് ചമ്പാരൻ സത്യാഗ്രഹം അല്ലെങ്കിൽ ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട സത്യാഗ്രഹങ്ങൾ നമ്മൾ 2-3 ക്ലാസ്സിൽ പറഞ്ഞല്ലേ? സ്ഥിരം കാണുന്നവർക്ക് മനസ്സിലാവും. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളൊക്കെ നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു അല്ലേ? ഒരു വട്ടം കൂടി നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഒന്നുകൂടി ഇത് ആവർത്തിച്ച് പറയുന്നത് നമ്മൾക്ക് ഗുണം മാത്രമേ ചെയ്യുന്നുള്ളൂ. എക്സാം ഹോളിൽ ഒരു ഡൗട്ട് പോലും ഇല്ലാതെ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ മാർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് 1917. ഏതാണ്? 1917 ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം. ഏത് ജില്ലയായിരുന്നു? ബീഹാർ ജില്ലയായിരുന്നു അല്ലെ? ബാക്കി വർഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാലോ, അതൊന്ന് പറഞ്ഞു നോക്കിയാലോ. 1918 എന്തായിരുന്നു? 1918 അഹമ്മദാബാദ് തുണിമിൽ സമരവും ഗേഡ സത്യാഗ്രഹവും. 1919 എന്തായിരുന്നു? റൗലറ്റ് ആക്ട്. 1930 ഗാന്ധിജിയൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് എന്ത് കാര്യമാണ് വരുന്നത്? സിവിൽ നിയമലംഘന പ്രസ്ഥാനം. 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനം. അടുത്തത്, ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെ ചിത്രമാണ്? ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെ ചിത്രമാണ്? ആരുടെയാണ്? ഓപ്ഷൻ സി ആണ്, നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. മൂന്നാമത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ഇതിൽ 3 നിയമങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത്? ഓപ്ഷൻ സി ആണ്, 1919 റൗലറ്റ് ആക്ട്. 1919 റൗലറ്റ് ആക്ട് ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത്. ഈ ആക്ടിൽ എന്തായിരുന്നു പറയണത്? വിചാരണ കൂടാതെ ആരെയും അറസ്റ്റ് ചെയ്യാനും തടങ്കലിൽ വെക്കാനും ബ്രിട്ടീഷ് സർക്കാരിന് അധികാരം നൽകുന്ന നിയമമായിരുന്നു 1919 റൗലറ്റ് ആക്ട്. ഇതിനെതിരെ നടന്ന പ്രതിഷേധമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത്. അടുത്തത്, വേറെ 2 നിയമങ്ങൾ കൂടി അതിൽ പറയുന്നുണ്ട്. ദത്തവകാശ നിരോധന നിയമം. ദത്തവകാശ നിരോധന നിയമം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഡൽഹൌസി പ്രഭുവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വർഷം 1848. ഏതാണ്? 1848. നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന 1857 വിപ്ലവമില്ലേ? ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഉണ്ടായ പല കാരണങ്ങളിൽ ഒരു കാരണമാണ് ദത്തവകാശ നിരോധന നിയമം. അപ്പോൾ 1848 1857 മനസ്സിലോട്ട് വന്നില്ലേ? ഇനി പ്രാദേശിക പത്ര നിയമം. പ്രാദേശിക പത്ര നിയമത്തെ കുറിച്ച് നമ്മൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് പ്രഭുവാണ്? ഓർമ്മയുണ്ടോ? ലിട്ടൺ പ്രഭു. 1878 ലിട്ടൺ പ്രഭു കൊണ്ടുവന്നതാണ് പ്രാദേശിക ഭാഷാ പത്ര നിയമം. അടുത്തത് 4ാമത്തെ ചോദ്യമാണ്, ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം. ബംഗാള്, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻസിലെ 3 നികുതി വ്യവസ്ഥയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ ജമീന്ദാരി സമ്പ്രദായം എന്നുകൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ് എവിടെയൊക്കെ? ബംഗാള്, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയത്. 1793 കോൺവാലിസ് പ്രഭുവാണ് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിൽ ഈ ഒരു നികുതി സമ്പ്രദായം നടപ്പിലാക്കിയത്. ജമീന്ദാരി സമ്പ്രദായം എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ബാക്കി 2 കാര്യങ്ങൾ, മഹൽവാരി വ്യവസ്ഥയും റൈറ്റ് വാരി. മഹൽവാരി എവിടെയായിരുന്നു? മഹൽവാരി നടപ്പിലാക്കിയത് വില്യം ബെന്റിക് പ്രഭുവിന്റെ കാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലായിരുന്നു. ഇനി റൈറ്റ് വാരി വ്യവസ്ഥയാണെങ്കിൽ തോമസ് മൺട്രോ ആണ് നടപ്പിലാക്കിയത്. എവിടേക്കായിരുന്നെന്ന് അറിയോ?
മദ്രാസിലും ബോംബെയിലുമായിരുന്നു റൈറ്റ് ടു വാരി വ്യവസ്ഥ. മഹൽവാരി എവിടെയായിരുന്നു? വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലായിരുന്നു. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഓപ്ഷൻ സി ആണ് നിസ്സഹകരണ സമരം. എന്താണ്? ഓപ്ഷൻ സി ആണ് നിസ്സഹകരണ സമരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം. വർഷം ഏതാണ്? 1920 അല്ലേ? 1920 നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചാണ് ഔദ്യോഗികമായിട്ട് ഇതിന് അംഗീകാരം നൽകിയത്. ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ സമരമുറകൾ എന്തൊക്കെയായിരുന്നു? ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, സർക്കാർ ജോലികളും പദവികളും ഉപേക്ഷിക്കുക തുടങ്ങിയവയൊക്കെ ആയിരുന്നു ഇതിന്റെ സമരമുറകൾ. ഇനി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണമായ ഒരു സംഭവം കൂടിയുണ്ട്. അതെന്തായിരുന്നു? 1922 ചൗരി ചൗര സമരം അല്ലെ? ചൗരി ചൗര അക്രമത്തെ തുടർന്നിട്ടാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായും നിർത്തിവെച്ചത്. വേറൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചതിൽ ഉണ്ടായ പ്രതിഷേധമാണ് ഒരു പാർട്ടിക്ക് രൂപം നൽകാൻ കാരണം. ആ പാർട്ടിയുടെ പേരെന്തായിരുന്നു ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. പാർട്ടിയും അതിന് നേതൃത്വം കൊടുത്ത വ്യക്തികളും. അടുത്തത്, ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇന്ത്യൻ നാഷണൽ ആർമി. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായ ഝാൻസി റാണി റെജിമെന്റിന്റെ തലവനായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി. മലയാളിയായിരുന്നു അല്ലെ ഈ ഒരു ചോദ്യം നേരെ തിരിച്ച് നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ് കുളച്ചൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടത്? ഓപ്ഷൻ ഡി ആണ് മാർത്താണ്ഡവർമ്മയാണ് കുളച്ചൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടത്. ആരൊക്കെ തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നത്? 1741 ഓഗസ്റ്റ് 10 തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മയും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഈ യുദ്ധത്തിലെ ഡച്ചുകാര് പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇന്ത്യയിലെ ഡച്ചുകാരുടെ ആധിപത്യം പൂർണ്ണമായും അവസാനിക്കാൻ കാരണം കുളച്ചൽ യുദ്ധത്തിലെ പരാജയമാണ്. അടുത്തത്, എട്ടാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം. ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം എവിടെയാണ്? ഓപ്ഷൻ സി ആണ് മലബാർ ആണ്. ഒമ്പതാമത്തെ ചോദ്യം, വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകുണ്ഠസ്വാമികൾ എന്ന് പറയുമ്പോൾ മനസ്സിൽ എന്ത് വരണം? വൈ സമം വൈ എന്ന് വന്നു അല്ലെ? വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായിട്ടാണ് ബന്ധപ്പെട്ടത്? ഓപ്ഷൻ ഡി ആണ് സമത്വ സമാജം. ഇനി ബാക്കി ഓപ്ഷൻസിലുള്ള സാധുജന പരിപാലന യോഗമുണ്ട്. അത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അരേ സമാജം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പണ്ഡിറ്റ് കറുപ്പനായിട്ട് ബന്ധപ്പെട്ടതാണ്. സഹോദര പ്രസ്ഥാനം സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് സഹോദര പ്രസ്ഥാനം. അടുത്തത്, വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ച നേതാവ് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ച നേതാവ് ആരാണ് സവർണ ജാഥ സംഘടിപ്പിച്ചത്? ഓപ്ഷൻ ബി ആണ് അല്ലെ? മന്നത്ത് പത്മനാഭൻ. വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് അദ്ദേഹം സവർണ ജാഥ നടത്തിയത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ വർഷം ഏതായിരുന്നു? ഇതാണ് വർഷം. മനസ്സിലോട്ട് വന്നോ? 1924 അല്ലേ? മന്നത്ത് പത്മനാഭനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം എന്താ ഓർമ്മ വരുന്നത്? NSSന്റെ സ്ഥാപകനാണ്, ഭാരത കേസരി എന്നാണ് അറിയപ്പെടുന്നത്. 11ാമത്തെ ചോദ്യം, ഏത് സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ഏത് സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ഏത് സന്ധി പ്രകാരമാണ്? ഓപ്ഷൻ എ ആണ് ശ്രീരംഗപട്ടണം സന്ധി. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചത് ശ്രീരംഗപട്ടണം സന്ധിയിലൂടെയാണ്. ആരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചത്? ടിപ്പു സുൽത്താനും ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായ കോൺവാലിസ് പ്രഭുവും തമ്മിലാണ് ഈ ഒരു സന്ധി ഒപ്പുവെച്ചത്. അടുത്തത്, രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ? ഓപ്ഷൻ ബി ആണ് ഉപരാഷ്ട്രപതി. ആരാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ? ഓപ്ഷൻ ബി ആണ് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. 13ാം ചോദ്യം, ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരെന്താണ്? ഓപ്ഷൻ ബി ആണ് പാർലമെന്റ് ആണ് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ. 14ാമത്തെ ചോദ്യം, രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്?
ഓപ്ഷൻ സി ആണ് 6 വർഷമാണ് രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണല്ലേ. 6 വർഷം കൂടുമ്പോൾ അതിലെ 1/3 ഭാഗം പിരിഞ്ഞു പോകുകയും പുതിയ അംഗങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. 15ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു. ബാക്കി ഓപ്ഷൻസിൽ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് പറയാൻ ഒരു പോയിന്റ് എന്താണ്? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നു. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ അദ്ദേഹമാണ് പങ്കുവഹിച്ചത്. മൗലിക അവകാശങ്ങളുടെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി ബാലഗംഗാധര തിലകനെ കുറിച്ച് ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ, സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകമായിരുന്നു. അടുത്തത് രവീന്ദ്രനാഥ ടാഗോർ ആണെങ്കിൽ നമ്മളുടെ ദേശീയ ഗാനം രചിച്ച വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ അല്ലേ. അടുത്തത് 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലം. 2024 ഒളിമ്പിക്സ് എവിടെയാണ് നടന്നത്? ഓപ്ഷൻ എ ആണ് പാരീസ് ആണ്. പാരീസ് വെച്ചിട്ടാണ് 2024 ഒളിമ്പിക്സ് നടന്നത്. 17ാം ചോദ്യം, ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ഓപ്ഷൻ ബി ആണ് സോജൻ ജോസഫ്. സോജൻ ജോസഫ് ആണ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി. 18ാം ചോദ്യം, സ്വതന്ത്രാനന്തരം ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഇരുമ്പുരുക്ക് ശാലകൾ, സഹായം നൽകിയ രാജ്യങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇരുമ്പുരുക്ക് ശാലകളും സഹായം നൽകിയ രാജ്യങ്ങളുടെയുമാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായ ജോഡികളാണ് ചോദിച്ചിട്ടുള്ളത്. ദുർഗാപൂർ ബ്രിട്ടൻ ആണ് സഹായം നൽകിയത്. ആ ജോഡി കറക്റ്റാണ്. ബൊക്കാറോയ്ക്ക് ഏതാണ്? ബൊക്കാറോയ്ക്ക് അമേരിക്കയാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റാണ്. ബൊക്കാറോയ്ക്ക് സഹായം നൽകിയത് സോവിയറ്റ് യൂണിയനാണ്. റൂർക്കേലയ്ക്ക് ഏത് രാജ്യമാണ്? റൂർക്കേലയ്ക്ക് ജപ്പാൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റാണ്. റൂർക്കേലയ്ക്ക് ജർമ്മനിയാണ് സഹായം നൽകിയത്. അടുത്തത് ബിലായ്ക്ക് ഏതാണ്? ബിലായ്ക്ക് സോവിയറ്റ് യൂണിയനാണ്. അപ്പോൾ 1ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഏതാണ്? 1ഉം 4ഉം ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉം ശരിയാണ്. 19ാം ചോദ്യം, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങൾ ഏതാ? ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങൾ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, മെച്ചപ്പെട്ട ജലസേചന സൗകര്യം, കുറഞ്ഞ പലിശയിലുള്ള സാമ്പത്തിക സഹായം. അപ്പോൾ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇത് മൂന്നും ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങളാണ്. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏതെന്നാണ് ചോദ്യം. ഏതാണ് പഞ്ചവത്സര പദ്ധതി? ഓപ്ഷൻ ബി ആണ് 3ാം പഞ്ചവത്സര പദ്ധതി. ഇതാണ് 3ാം പഞ്ചവത്സര പദ്ധതി. അടുത്തത് 21ാമത്തെ ചോദ്യം, സ്വതന്ത്രാനന്തരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തി. സ്വതന്ത്രാനന്തരം ഭാഷയുടെ അടിസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തി ആരാണ് അംഗമായിരുന്നത്? ഓപ്ഷൻ ഡി ആണ് കെ എം പണിക്കർ. ആരാണ്? കെ എം പണിക്കരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തി. 22 ഇന്ത്യയിൽ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെ? ഇന്ത്യയിൽ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് ആരംഭിച്ചത്? ഓപ്ഷൻ സി ആണ് തുമ്പയാണ് അല്ലേ. നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ തുമ്പയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത്. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം. 2024 G20 ആണ് ചോദിച്ചത്. 2024 G20 നടന്നത് എവിടെയായിരുന്നു? ഓപ്ഷൻ ബി ആണ് ബ്രസീലിലായിരുന്നു നടന്നത്. 2024 19ാമത്തെ G20 ഉച്ചകോടിയായിരുന്നു. ബ്രസീലായിരുന്നു G20 ഉച്ചകോടി നടന്ന രാജ്യം. പിന്നെ 2025 നടന്നത് 20ാമത്തെ G20 ആണ്. അന്ന് 2025 ഏത് രാജ്യത്താണ്? സൗത്ത് ആഫ്രിക്കയിൽ വെച്ചാണ് നടന്നത്. 2026 21ാമത്തെ G20 ആണ് എവിടെയാണ് നടക്കാൻ പോകുന്നത്? USA നടക്കാൻ പോകുന്നത്.
അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. നമ്മളിത് ഓൾറെഡി വേറൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ എത്രയാണ്? എത്ര മെഡലുകളാണ്? ഓപ്ഷൻ ഡി ആണ്, 6 മെഡലുകളാണ്. 25 ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും താഴെ നൽകിയിരിക്കുന്നു. അതിൽ ചേരാത്തത് കണ്ടെത്തുക. ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും തന്നിട്ടുണ്ട്. ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇതിലേതാണ്? ഓപ്ഷൻ സി ആണ്, ബ്രഹ്മപുത്ര ഗാഗര. ഓപ്ഷൻ സി ആണ്, ബ്രഹ്മപുത്ര ഗാഗരയാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഗാഗ്ര നദി എന്ന് പറയുന്നത് ഗംഗാ നദിയുടെ പോഷക നദിയാണ്, ബ്രഹ്മപുത്രയുടെ അല്ല. ബാക്കി 3 കറക്റ്റാണ്. സിന്ധുവിൻ്റെ പോഷക നദിയാണ് ചിനാബ്, ഗംഗയുടെ പോഷക നദിയാണ് കോസി, യമുനയുടെ പോഷക നദിയാണ് ടോൺസ്. 26ാമത്തെ ചോദ്യം, ഉത്തര മഹാസമതലത്തിൻ്റെ പ്രാദേശിക വിഭാഗങ്ങളിൽ ഏത് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ് മരുസ്ഥലി ബാഗർ മേഖലകൾ? ഉത്തര മഹാസമതലം ഉണ്ടല്ലോ, അതിൻ്റെ പ്രാദേശിക വിഭാഗങ്ങളിൽ ഏത് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ് മരുസ്ഥലി ബാഗർ മേഖലകൾ? ഏതാണ് മരുസ്ഥലി ബാഗർ മേഖലകൾ? ഏത് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ആണ്, രാജസ്ഥാൻ സമതലം. ഏതാണ്? രാജസ്ഥാൻ സമതലവുമായിട്ട് ബന്ധപ്പെട്ടതാണ് മരുസ്ഥലി ബാഗർ മേഖലകൾ. 27 ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തുള്ള തുറമുഖങ്ങളെ മുകളിൽ നിന്ന് താഴേക്ക് ശരിയായി ക്രമീകരിക്കുക. ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തുള്ള തുറമുഖങ്ങളെ മുകളിൽ നിന്ന് താഴേക്ക് എന്ന് പറയുമ്പോൾ വടക്ക് നിന്ന് തെക്കിലേക്ക് ശരിയായിട്ട് ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേതാണ് വരുന്നത്? 4 തുറമുഖങ്ങൾ കൊടുത്തിട്ടുണ്ട്. കണ്ട്ല, മംഗലാപുരം, മർമഗോവ, മുംബൈ. ഇതിൽ വടക്ക് നിന്ന് തെക്കോട്ടാണ് വരുന്നത്, മുകളിൽ നിന്ന് താഴേക്ക് വരണം. ഏതായിരിക്കും ഏറ്റവും മുകളിൽ സ്ഥിതി ചെയ്യുന്നത്? ഏതായിരിക്കും? കണ്ട്ലയാണ് ഫസ്റ്റ് വരേണ്ടത്. അത് ഗുജറാത്ത് തീരത്തുള്ള തുറമുഖമാണ്. അപ്പോൾ പിന്നെ വരേണ്ടത് മുംബൈയാണ്. മുംബൈ മഹാരാഷ്ട്രയിലാണ്. പിന്നെ വരേണ്ടത് ഗോവയിലാണ്. അടുത്തത് മംഗലാപുരമാണത് കർണാടകയിലാണ്. അപ്പോൾ തെക്ക് നിന്ന് വടക്ക് നിന്ന് താഴേക്ക് ശരിയായിട്ടുള്ള രീതി ഓപ്ഷൻ ഡി ആണ്. ഇതിൽ കുറേ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുണ്ട് അല്ലേ. ഒരു ഉപദ്വീപീയ നദിയുടെ സവിശേഷതകൾ താഴെ പറയുന്നു. നദി ഏതെന്ന് തിരിച്ചറിയുക. ഉപദ്വീപീയ നദിയുടെ സവിശേഷതകൾ താഴെ കൊടുത്തിട്ടുണ്ട്. നദി ഏതെന്നാണ് പറയേണ്ടത്. ഞാൻ റായ്പൂരിലെ സിഹാവയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. എൻ്റെ കുറുകെയാണ് ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ കിഴക്കോട്ട് ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ്. എൻ്റെ പോഷക നദികളാണ് ഇബ്, ടെല്ല്. ഈ നദി ഏതാണ്? ഓപ്ഷൻ എ ആണ്, മഹാനദിയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. മഹാനദി ഉത്ഭവിക്കുന്നത് റായ്പൂരിലെ സിഹാവയിൽ നിന്നാണ്. മഹാനദിയുടെ കുറുകെയാണ് ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി മഹാനദി ഒഴുകി ബംഗാൾ ഉൾക്കടലിലാണ് ചെന്ന് പതിക്കുന്നത്. മഹാനദിയുടെ പോഷക നദികളാണ് ഇബും ടെല്ലും മഹാനദിയുടെ പോഷക നദികളാണ്. അടുത്തത്, തന്നിരിക്കുന്ന ഇന്ത്യയുടെ തീരസമതലങ്ങളിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത്. ഇന്ത്യയുടെ തീരസമതലങ്ങളിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്ത ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കൊറോമാണ്ടൽ തീരസമതലം. കൊറോമാണ്ടൽ തീരസമതലമാണ് പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗം അല്ലാത്തത്. കൊറോമണ്ടൽ തീരം എന്ന് പറയുന്നത് ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമാണ്. 30ാം ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിന് തെറ്റായത് കണ്ടെത്തുക. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിന് തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്, നീരജ് ചോപ്ര വെങ്കല മെഡൽ ജാവലിൻ ത്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. ഇനി പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര നേടിയത് വെങ്കല മെഡലല്ല, വെള്ളി മെഡലാണ്, സിൽവർ മെഡലാണ് നീരജ് ചോപ്ര നേടിയത്. അപ്പോൾ അത് തെറ്റാണ്. ബാക്കി 3 കാര്യങ്ങളും ശരിയാണ്. മനു ബാക്കർ വെങ്കല മെഡൽ 100 മീറ്റർ എയർ പിസ്റ്റൽ, സ്വപ്നിൽ കുശാല് വെങ്കല മെഡൽ 50 മീറ്റർ, ഇന്ത്യൻ മെൻസ് ഹോക്കി ടീം വെങ്കല മെഡൽ. ഇതെല്ലാം കറക്റ്റാണ്. നീരജ് ചോപ്രയ്ക്ക് വെങ്കല മെഡലല്ല, വെള്ളി മെഡലാണ് ലഭിച്ചത്. 32ാമത്തെ ചോദ്യം, ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഒരു പദ്ധതിയാണ് UPS. ഇതെന്താണ്? ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ പദ്ധതിയുടെ പേരെന്താണ്? UPS. ഇത് എന്ത് പദ്ധതിയാണ്? ഈ UPS എന്ന് പറയുന്നത് ഒരു പുതിയ പെൻഷൻ പദ്ധതിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. 33ാമത്തെ ചോദ്യം, ആനന്ദ് ഏകർഷി ഈ സമീപകാലത്ത് വാർത്തയിൽ ഇടം നേടിയ വ്യക്തിയാണ്.
എന്തുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം ശ്രദ്ധേയനായത്? ആനന്ദ് ഏകർഷി. അദ്ദേഹം ഏതു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണെന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ആനന്ദ് ഏകർഷി. 34 ചോദ്യം. 2011 ജനസംഖ്യാ കണക്കെടുപ്പ് അനുസരിച്ച് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം. 2011 ജനസംഖ്യാ കണക്കെടുപ്പ് അനുസരിച്ച് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയെന്നാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ബി ആണ് 1084. 2011 ജനസംഖ്യാ കണക്കെടുപ്പ് പ്രകാരം കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം 1084 ആയിരുന്നു. 35 തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലേതാണ് ഉൾപ്പെടാത്തത്? ഓപ്ഷൻ എ ആണ്. മണ്ണാർക്കാടാണ് അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത്. ബാക്കി തെന്മല, കോന്നി, അച്ചൻകോവിൽ ഇത് മൂന്നും അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ്. മണ്ണാർക്കാട് ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗമാണ്. 36 ചോദ്യം. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഇടുക്കിയാണ്. അടുത്ത ചോദ്യം. താഴെ പറയുന്ന ജില്ലകളുടെ പൊതുവായ ഒരു സവിശേഷത എന്താണ്? 4 ജില്ലകൾ തന്നിട്ടുണ്ട്. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. അപ്പോൾ ഈ ജില്ലകളുടെ പൊതുവായ ഒരു സവിശേഷതയാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ജില്ലകളുടെ പൊതുവായ സവിശേഷതയാണ് ഓപ്ഷൻ ബി ആണ്. കടൽത്തീരമില്ലാത്ത ജില്ലകളാണ്. കടൽത്തീരമില്ലാത്ത ജില്ലകളാണ് വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. എത്ര ജില്ലകൾക്കാണ് കടൽത്തീരമുള്ളത്? 9 ജില്ലകൾക്കാണ് കടൽത്തീരമുള്ളത്. 5 ജില്ലകൾക്ക് കടൽത്തീരമില്ല. കടൽത്തീരമില്ലാത്ത ജില്ലകളാണ് വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്. 38 ചോദ്യം PSC ക്യാൻസൽ ചെയ്തതായിരുന്നു. 39 കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായത് കണ്ടെത്തുക. കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നു. ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം തന്നിരിക്കുന്നത് പൂക്കോട് തടാകം കണ്ണൂർ. പൂക്കോട് തടാകം കണ്ണൂരാണോ? തെറ്റാണ്. പൂക്കോട് തടാകം വയനാട് ജില്ലയിലാണ്. വെള്ളായണി തടാകം തിരുവനന്തപുരമാണ്. അത് ശരിയാണ്. അഷ്ടമുടിക്കായൽ എറണാകുളം എന്നാണ് തന്നിരിക്കുന്നത്. അഷ്ടമുടിക്കായൽ കൊല്ലം ജില്ലയിലാണ്. തിരുവല്ലം കായൽ ഏത് ജില്ലയിലാണ്? തിരുവല്ലം കായൽ തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. വെള്ളായണി തടാകം തിരുവനന്തപുരം. 40 ചോദ്യം. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇത് കാനഡ സർക്കാരിൻ്റെ സഹായത്താൽ നിർമ്മിച്ചതാണ്. കുളമാവ് അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, ഇടുക്കി ആർച്ച് ഡാം എന്നിവ ഇതിൻ്റെ ഭാഗമാണ്. ഇത് രാജ്യത്തിന് സമർപ്പിച്ചത് 1975 വൈദ്യുതി ഉണ്ടാക്കിയതിനു ശേഷം പവർ സ്റ്റേഷനിൽ നിന്ന് ജലം തൊടുപുഴ ആറിൽ എത്തിച്ചേരുന്നു. അപ്പോൾ ഇടുക്കി അണക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഇത് കാനഡ സർക്കാരിൻ്റെ സഹായത്താൽ നിർമ്മിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ്. 2 കുളമാവ് അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, ഇടുക്കി ആർച്ച് ഡാം എന്നിവ ഇതിൻ്റെ ഭാഗമാണ്. അതും ശരിയാണ്. 3 ഇത് രാജ്യത്തിന് സമർപ്പിച്ചത് 1975 പറഞ്ഞിട്ടുള്ളത്. അത് തെറ്റാണ്. ഇത് രാജ്യത്തിന് സമർപ്പിച്ചത് 1975 76 അത് തെറ്റാണ്. 4 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. വൈദ്യുതി ഉണ്ടാക്കിയതിന് ശേഷം പവർ സ്റ്റേഷനിൽ നിന്ന് ജലം തൊടുപുഴ ആറിൽ എത്തിച്ചേരുന്നു. അപ്പോൾ ഇതിൽ ഉത്തരം വരുന്നത് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1, 2, 4 ശരി. 1, 2, 4 വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1, 2, 4 ശരി. അടുത്തത് സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തിരിച്ചറിയുക. സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തിരിച്ചറിയാനാണ് തന്നിട്ടുള്ളത്. 1 സൂചന പശ്ചിമഘട്ടത്തിൻ്റെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. 2 വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ അണ്ണാനുകൾക്ക് ഇവിടെ പ്രശസ്തമാണ്. 3 1984 ആരംഭിച്ചു. 4 പ്രദേശത്തിൻ്റെ ഭൂരിഭാഗവും പുൽമേടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഇത് ഏത് വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തെക്കുറിച്ചിട്ടാണ്? ഓപ്ഷൻ എ ആണ്. ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണിത്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ മഴനീള പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. പിന്നെ വംശനാശ ഭീഷണി നേരിടുന്ന
ചാമ്പൽ മലയണ്ണാനും നക്ഷത്രാമകളും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 42ാമത്തെ ചോദ്യമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതലും കുറവും മുനിസിപ്പാലിറ്റികളുള്ള ജില്ലകളുടെ ജോഡി കണ്ടെത്തുക. അപ്പോൾ ഏറ്റവും കൂടുതലും കുറവുമുള്ള ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേതാണ് ഏറ്റവും കൂടുതലും കുറവുമുള്ളത്? ഏറ്റവും കൂടുതലുള്ളത് എറണാകുളമാണ്. കുറവുള്ളത് എവിടെയാണ്? ഇടുക്കിയാണോ വയനാടാണോ? കുറവുള്ളത് ഇടുക്കിയിലാണ്. ഓപ്ഷൻ ഡി ആണ്. എറണാകുളം, ഇടുക്കി. ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റി ഉള്ളത് എറണാകുളത്തും ഏറ്റവും കുറവുള്ളത് ഇടുക്കിയിലുമാണ്.